അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേരളം അത്ര ശുഭകരമായ വാർത്തകളിലൂടെയല്ല കടന്നുപോകുന്നത്. ലഹരിയും അത് തീർക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും വളരെയേറെ ഗൗരവത്തോടെ പ്രശ്നവൽക്കരിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് ഇന്ന് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെയും പ്രായ ലിംഗ വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ എല്ലാവിധ ജനവിഭാഗങ്ങളെയും ലഹരി പിടിമുറിക്കുന്നു. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ ക്രമത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ സംഭവ വികാസങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അനേകം വ്യക്തികൾ കൂടിയിട്ടുണ്ടാകുന്ന ഒരു കൂട്ടമാണ് സമൂഹം എന്ന നിലക്ക്. ഒരു വ്യക്തിയുടെ പ്രശ്നം സമൂഹത്തിൻ്റെ ഒന്നാകെ പ്രശ്നമായും ഒരു സമൂഹത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് വ്യക്തിയിൽ എങ്ങനെ വ്യത്യാസം ചെലുത്തുന്നു എന്നുകൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരി എന്നത് കേവലം ഒരു വ്യക്തിയുടെ പ്രശ്നം എന്നതിലുപരി അത് സമൂഹത്തിൻ്റെ ഒന്നാകെ, അത് സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് നാം കാണേണ്ടത്. നമ്മൾ വരുംകാല വാർത്തകളിലേക്ക് നോക്കിയാൽ ഇന്നലകളിലും ഇന്നും നമ്മുടെ ന്യൂസ് ഫീഡുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊലപാതകങ്ങളും അതുപോലെ ലഹരി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ്. അമ്മയെ കൊല്ലുന്നു, സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെട്ട കേരളം ഇന്ന് ചെകുത്താൻ്റെ ആലയമായി മാറിയിരിക്കുന്നു എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ സംഭവവികാസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ഇതിന് ഉത്തരവാദി? എന്താണ് ഇതിൻ്റെ പരിഹാരം? എന്തുതരം പ്രതിസന്ധിയാണ് നമ്മുടെ ന്യൂജൻ ജനറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് ഇവരെ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് കൈപ്പിടിച്ച് ഉയർത്താൻ കഴിയുക എന്നുള്ള ചർച്ചകളിലേക്ക് നാം കടക്കേണ്ടത് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു നിയമപരമായ കാര്യങ്ങൾ ഒരു വശത്തുണ്ട്, ശാസ്ത്രീയപരമായ കാര്യങ്ങൾ ഒരു വശത്തുണ്ട്, അതുപോലെ തന്നെ സാമൂഹികപരമായ കാര്യങ്ങളും മറ്റു വശത്തുണ്ട്. ഇതിലെല്ലാം എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്നും എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നമെന്നും നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ലഹരിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്താണ് ലഹരി എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ലഹരി അല്ലെങ്കിൽ നമ്മൾ മയക്കുമരുന്ന് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡ്രഗ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറുള്ളത്. ഡ്രഗ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ തരത്തിലുള്ള മരുന്നുകൾക്കും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ശാരീരികമായ എന്തെങ്കിലും സാധാരണ ഗതിയിൽ നടന്നു പോരുന്ന പ്രവർത്തനങ്ങളെ മാറ്റുന്ന ഒന്നിനാണ് നമ്മൾ ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ എന്ന് ഉപയോഗിക്കാറുള്ളത്. അതിൽ ഇതൊരു പ്രത്യേക കാറ്റഗറി എടുക്കുമ്പോൾ നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ കേന്ദ്ര നാഡി വ്യവസ്ഥയെ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ, നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും അടങ്ങുന്ന നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ മുഴുവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന നമുക്കറിയാം. തലച്ചോറാണ് അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ് എന്ന് നമുക്കറിയാം. അപ്പം ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഒരു ജീവിതത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു കേന്ദ്ര നാഡീ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് പദാർത്ഥമാണ് എന്ത് പറയുന്നത്, ഈ ഒരു മയക്കുമരുന്ന് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മയക്കുമരുന്ന് നമ്മൾ കാണാൻ സാധിക്കും. നമ്മുടെ മുഴുവനുള്ള മയക്കുമരുന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും സ്റ്റിമുലൻസ്, അതുപോലെ തന്നെ ഡിപ്രസൻസ്, ഹാലുസിനോജൻസ്, ഇങ്ങനത്തെ വ്യത്യസ്ത തരത്തിലുള്ള മയക്കുമരുന്ന് നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. സ്റ്റിമുലൻസ് എന്ന കാറ്റഗറി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മയക്കുമരുന്നുകൾ നമ്മുടെ ഈ കേന്ദ്രനാഡീ വ്യവസ്ഥയിലെ അതിലുള്ള ന്യൂറോൺസുകളാണ്, അല്ലെങ്കിൽ നെർവുകൾ, പരസ്പരം നെർവുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ തലച്ചോറിലുള്ള സിഗ്നലുകൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കും കൊടുക്കുന്നത്. ഈ നെർവുകളെ മുഴുവൻ അല്ലെങ്കിൽ ആ ഞരമ്പുകളെ മുഴുവൻ ഉത്തേജിപ്പിക്കുകയും അതിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഉത്തേജിപ്പിക്കുകയും അതിനെ ഒന്നുകൂടി നമ്മുടെ ഇമോഷൻസിനെയും അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും എനർജിയെയും ഒക്കെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ സ്റ്റിമുലൻസിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്രസൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ മൂഡിനെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ എനർജിയെയും ഒക്കെ ഒരുപാട് താഴോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് ഡിപ്രസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാലോസിനോജൻസ് ഉണ്ട്. ഈ ഹാലോസിനോജൻസ് എന്ന് പറയുന്ന സമയത്ത്
നമ്മുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറ്റും. നമ്മുടെ ഒന്നിനെ നമ്മൾ ഇപ്പോൾ ഒരു പറഞ്ഞു ഉമ്മയാണെന്ന് തോന്നൽ പോലും ഇല്ലാതെ, ഉപ്പയാണെന്ന് തോന്നൽ പോലും ഇല്ലാതെ, നമ്മുടെ ചുറ്റുമുള്ള എന്താണ് നടക്കുന്നതെന്ന ആലോചന പോലും ഇല്ലാതെ എല്ലാത്തിനെയും മാറ്റുന്ന തരത്തിലേക്ക് ഒന്നാണ് ഹാലോസിനോജൻസ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞിട്ടുള്ളത്, ലഹരിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടുള്ളത്, ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി തൻ്റെ ചുറ്റുമുള്ളത് ആരാണെന്നോ ചുറ്റുമുള്ള ഇടങ്ങൾ ഏതാണെന്നോ ഒന്നും അറിയാത്ത രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ തെറ്റേത് ശരി ഏത് എന്ന് തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ വേണമെങ്കിൽ, അതെല്ലാം നമ്മുടെ തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. ആ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നമുക്ക് പറയാം ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇതെൻ്റെ ഉമ്മയാണ്, ഉമ്മയോട് ഇങ്ങനെ പെരുമാറണം, ഉപ്പയെ കാണുമ്പോൾ ഉപ്പയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് എനിക്കറിയാം. ആ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഈ തലച്ചോറാണ്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ എല്ലാത്തരം ഫംഗ്ഷൻസിനെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ മരവിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ഡ്രഗ്സുകൾ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. അപ്പം അവരെ ഉപയോഗിക്കുന്നതോടുകൂടി അവർക്ക് പിന്നെ ചിന്താശേഷി ഇല്ലാത്തൊരു സമൂഹമാണ്. അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഇത് ഉമ്മയാണ് അല്ലെങ്കിൽ ഉപ്പയാണെന്ന് ചിന്തിക്കുന്ന ചോദിച്ചാൽ അവർക്ക് ആ ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതായി തീർന്നു. അവരുടെ തലച്ചോറിനെ തന്നെ ഇല്ലാതാക്കുന്നത്. അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും ഒരു സമൂഹം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മയക്കുമരുന്നുകൾ, നാർക്കോട്ടിക്സ് പ്രവർത്തിക്കുന്നത് ഓരോ മനുഷ്യരുടെയും തലച്ചോറിലാണ്. ഓരോ മനുഷ്യരുടെയും തലച്ചോറിൽ അത് പ്രവർത്തിക്കുന്നതോടുകൂടി തന്നെ ആ സമൂഹം തന്നെ ഒരു ചിന്താശേഷി ഇല്ലാത്തൊരു സമൂഹം, അല്ലെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിയാത്തൊരു സമൂഹത്തിലേക്ക്. യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു ജനതയെ ഒന്നാകെ മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് അങ്ങനെ കടന്നു കയറിയ ഒരു ചരിത്രമുണ്ട് മുൻകാലത്ത്. അതെ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ശാസ്ത്രീയമായി ചർച്ച ചെയ്യുന്നതോടുകൂടെ തന്നെ ഇപ്പോൾ അക്രമസക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ലഹരിയും അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. നിറയെ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് നിയമം എന്തുകൊണ്ട് ഇതിന് തടയിടുന്നില്ല, കോടതി എന്തുകൊണ്ട് ഇടപെടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് കോടതിയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ നിയമം ശക്തമല്ലാത്ത പ്രശ്നമാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പൊതുധാരണ തന്നെ നിയമം കർശനമാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാകും എന്നുള്ള തരത്തിലാണ് നമ്മളൊരു പൊതുവായനകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എങ്കിൽ പോലും ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് ആ മേഖലയിൽ ചെയ്യാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ 1961 ഒരു UN കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നുണ്ട്. അഥവാ ഇത്തരത്തിലുള്ള രാസലഹരി പദാർത്ഥങ്ങൾ അല്ലെ മറ്റു ലഹരി പദാർത്ഥങ്ങളെയൊക്കെ നമ്മളെ ഉപയോഗം, അതുപോലെ തന്നെ വിൽപ്പന, അതൊക്കെ തടയാനും അതിൻ്റെ ഒരു വ്യാപനം നിയന്ത്രിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ രാജ്യത്തും കൊണ്ടുവരണം എന്നുള്ളതിനാവശ്യമായിട്ട് നമ്മൾ 1961 ഒരു UN കൺവെൻഷനിൽ നമ്മൾ ഒപ്പുവെക്കുന്നുണ്ട്. അതിനുശേഷം 1985 നമ്മുടെ ജനാർദ്ദൻ പൂജാരി എന്നൊരു വ്യക്തിയാണ് നമ്മൾ ഇതിനോട് കൺട്രോൾ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതായ NDPS ആക്ട്. ആ ഒരു NDPS ആക്ടിനെ ആദ്യമായി ബില്ല് അവതരിപ്പിക്കുന്നത് 1985. അങ്ങനെ NDPS ആക്ടിൻ്റെ ബില്ല് അവതരിപ്പിക്കുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ അതിനെക്കുറിച്ച് സംഭവിക്കുന്നുണ്ട്. ശേഷം ഒരുപാട് ഭേദഗതികളും സംഭവിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ NDPS ആക്ട് അഥവാ ഇത്തരത്തിലുള്ള ലഹരികളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഈ ഒരു നിയമം അത്ര കർശനമല്ല. ഒരു വ്യക്തി അതിലൂടെ പിടിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് എളുപ്പം അതിൽ നിന്ന് റിലീസാവാൻ, രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ നിയമത്തിലെ വശങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിബേറ്റുകൾ അതിനെ തുടർന്ന് നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 2021 ഏറ്റവും ഒടുവിലത്തെ ഭേദഗതി അതിൽ സംഭവിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിൽ സ്ഥിരമായിട്ട് ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം എന്നുള്ളത് നിയമം പര്യാപ്തമല്ല എന്നുള്ള തരത്തിലുള്ളൊരു വിലയിരുത്തലാണ്. അതിൻ്റെ ഒരു വസ്തുതകളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 2022 ഡിസംബർ ഏറ്റവും അവസാനത്തിൽ നമ്മുടെ AM റഹീം MP രാജ്യസഭയിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അഥവാ എത്രത്തോളമാണ് നമ്മുടെ NDPS ആക്ടിൻ്റെ കീഴിലുള്ള അറസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ്, കൺവിക്ഷൻ റേറ്റ്, അതോ കൺവിക്ഷൻ റേറ്റ്, ഒരാളുടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അതിൽ അവരെ ശിക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ആ റേറ്റ് എത്രയാണ്. അതിൻ്റെ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് വെച്ചിട്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയം അതിന് മറുപടി പറയുന്നുണ്ട്. നമ്മളതിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് 2021 വരെയുള്ള 2018 മുതൽ 2021 വരെയുള്ള കണക്കുകൾ അതിൽ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. നമ്മളതിൽ ഇന്ത്യയിലെ മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 75% മുകളിലാണ്. നമ്മളത് കേരളത്തിൻ്റെ കൺവിക്ഷൻ റേറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ 95% മുകളിലാണ്. എപ്പോഴും ഏകദേശം 98% നമ്മളെ കേരളത്തിൽ കൺവിക്ഷൻ റേറ്റ് അതിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്.
അഥവാ ലഹരി കേസിൽ ഒരാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ 98% പേരും, അറസ്റ്റ് രേഖപ്പെടുത്തിയതിൽ 98% പേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കൺവിക്ഷൻ റേറ്റിൻ്റെ ആനുപാതികം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ നമുക്കവിടെ ചോദ്യമുണ്ട്, പിന്നെ എങ്ങനെയാണ് നമ്മൾ നിയമത്തിലെ പരിഷ്കാരങ്ങൾ വരേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മുടെ മാറ്റത്തിന് ആവശ്യപ്പെടേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, NDPS ആക്ടിൽ നമ്മളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അവരെ ശിക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ 3 കാറ്റഗറിയാക്കി തിരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ നിന്നും പിടിക്കപ്പെടുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ആക്ടിൽ ശിക്ഷകളെയും അതിൻ്റെ പണിഷ്മെൻറ്റ്, ഫൈനൊക്കെ നിർണ്ണയിച്ചിട്ടുള്ളത്. ആ ഒരു എത്രയാണ് അതിൻ്റെ അളവ് എന്നുള്ളതിനെ നോക്കിയിട്ടാണ്. ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും അതിൻ്റെ ലോവർ ക്വാണ്ടിറ്റി അഥവാ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി, ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി, പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, ഇത്തരത്തിലുള്ള ഈ ഒരു 3 കാറ്റഗറിയിലാക്കിയിട്ട് നമുക്കതിനെ തിരിച്ചതായിട്ട് കാണാൻ കഴിയും. അതിൽ ഏറ്റവും ലോവർ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം MDMA പോലത്തതാണ് എങ്കിൽ 0.05%, 0.5% ആണ് അതിൻ്റെ ഏറ്റവും ലോവർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുക. അതൊരു വ്യക്തിൻ്റെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലെ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇതിൽ നിയമം പറയുന്നത് 1 വർഷം പരമാവധി തടവും 10,000 രൂപ പിഴയാണ് ലോവർ ക്വാണ്ടിറ്റി ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക. അതിൽ കഞ്ചാവിൻ്റെ വിഷയത്തിൽ 1 കിലോഗ്രാമാണ്. അവിടെ നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാവും. കാരണം 1 കിലോഗ്രാം വരെ നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ ലോവർ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അത്രത്തോളം അതിൽ കൺസപ്ഷൻ അവർക്ക് കൊടുക്കുകയല്ലേ എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു വർഷം കൂടി നമ്മൾ അതിൻ്റെ ചേർത്ത് വായിക്കണം. പല രാജ്യങ്ങളിലും അപകടകാരിയാണെന്ന് കൂടി. അതെ, MDMA വിഷയത്തിൽ 0.05 എന്നുള്ള വളരെ മിനിമം ക്വാണ്ടിറ്റി ആയിട്ടാണ് കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അതേസമയം കഞ്ചാവിൻ്റെ വിഷയത്തിൽ 1 കിലോഗ്രാം ആണ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വരുന്ന ഒരു ആവശ്യം എന്നുള്ളത് കഞ്ചാവിനെ ഈ ഒരു ലഹരി പദാർത്ഥത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു ചർച്ച അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഇതൊരു മെഡിസിൻ്റെ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തി പല രാജ്യങ്ങളും അതിനെ ലഹരിയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് മറ്റൊരു ചർച്ചയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലോവർ ക്വാണ്ടിറ്റിയിൽ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു. ആ പിടിച്ച വ്യക്തിയെ അറസ്റ്റ് രേഖപ്പെടുത്തി നമ്മളൊരു പണിഷ്മെൻറ്റ് കൊടുത്ത് പറഞ്ഞേക്കുമ്പം അദ്ദേഹത്തിനും കൺവിക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൺവിക്ഷൻ റേറ്റിൽ അദ്ദേഹം ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം ആ വ്യക്തിക്ക് മറ്റൊരു തോന്നലും കൂടി ഇതിൻ്റെ കൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അഥവാ 1 കിലോഗ്രാം കഞ്ചാവ് വരെ എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാലും എന്നെ അറസ്റ്റ് ചെയ്തപ്പെട്ടാൽ എന്നെ പെട്ടെന്ന് റിലീസ് ആയേക്കാം, അല്ലെങ്കിൽ റിലീസ് ചെയ്ത് വരാൻ കഴിയും. നിലവിൽ നമ്മൾ 10,000 രൂപ വരെ പിഴ നമ്മുടെ ആക്ട് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ നമ്മൾ അഡ്വക്കേറ്റ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് കോടതികളിൽ അത്രത്തോളം ഒന്നും പിഴ പോലും ചുമത്താറില്ല എന്നുള്ളതാണ്. 2,000, 5,000 മറ്റൊക്കെ പിഴ ചുമത്തിയിട്ട് നമുക്ക് കോടതിയിൽ നിന്ന് റിലീസായി പോരാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ആ ഒരു ലോവർ ക്വാണ്ടിറ്റിയുടെ ഒരു ശിക്ഷ രൂപം നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇതിൽ സ്ഥിരമായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് ഈ ഒരു വശത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. അഥവാ ഞാൻ ഉപയോഗിക്കുന്നത് ലോവർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റിയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഏറിപ്പോയാൽ എന്നെ പിടിച്ചപ്പെട്ടാലും ഞാൻ എന്ത് ചെയ്താൽ മതി, ഒരു നിശ്ചിത ഫൈൻ അടിച്ച് ചെറിയൊരു തുക ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം അവരുടെ ഉണ്ടാവുന്നുണ്ട്. ആ നിലക്ക് ആ ഒരു ബോധ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പരിഷ്കരണം നമ്മൾ നിയമത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യതയാണ്. അതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മളൊരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടത്, ഇവിടെ കേവലം നമ്മൾ മറ്റുള്ള ക്രിമിനൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ നമ്മൾ പണിഷ് ചെയ്യുന്നത് പോലെ, ഇപ്പം നമ്മൾ NDPS ആക്ട് പരിശോധിച്ച് നോക്കിയാൽ വധശിക്ഷ വരെ കൊടുക്കുന്ന രൂപത്തിൽ പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേവലം ഏതെങ്കിലും ശിക്ഷ കൊടുത്ത് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കൽ കൊണ്ട് മാത്രം നിയന്ത്രിക്കേണ്ട ഒന്നല്ല ഇത്തരത്തിലൊരു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിനെ തുടർന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കണം. സമൂഹം അതിൽ സാമൂഹിക പരിഷ്കരണമാണ്. നമ്മൾ ലോൻ്റെ തന്നെ പണിഷ്മെന്റ് തിയറികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ റിഫോർമേറ്റീവ് തിയറികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അഥവാ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലോവർ ക്വാണ്ടിറ്റി പ്രധാനമായിട്ട് പിടിക്കപ്പെടുന്നതിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അത് പിടിക്കപ്പെടുന്ന വ്യക്തികൾ എന്നുള്ളത് കൺസംഷന് വേണ്ടിയിട്ടായിരിക്കും, അഥവാ അവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ ചെറിയ ഗ്രാമുകളൊക്കെ പിടിക്കുന്ന സംഗതി ഉണ്ടാകുന്നത്. അവരിങ്ങനെ പെട്ടെന്ന് റിലീസായി പോവുക, ഇറങ്ങി പോവുക, അതിനേക്കാൾ ഉപരി അത് നമ്മൾ ഒന്നും കൂടി ശക്തമാക്കണം എന്ന് പറഞ്ഞു. അതിനേക്കാൾ ഉപരി നമ്മൾ അവിടെ ഇടപെടേണ്ടത് ആ വ്യക്തിയെ തന്നെ ഇതിൽ നിന്നും എങ്ങനെ നമ്മൾ ഡി അഡിക്ഷൻ നടത്തി അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചേർത്ത് വായിക്കേണ്ടത്. നമ്മൾ കഞ്ചാവ് MDMA ഒക്കെ എന്നൊക്കെ പറയുമ്പോഴും ഈ കള്ള് എന്നൊരു ലഹരിയെ നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു കേസാണ് നമ്മൾ. അതിലേക്ക് ഞാൻ വരാം. അതിൻ്റെ മുമ്പേ
അതായത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ലോവർ ക്വാണ്ടിറ്റി ഒരു വ്യക്തി ഉപയോഗിച്ച് കഴിഞ്ഞ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ആ കൺസെപ്ഷൻ ഉപയോഗിക്കുന്ന ആ വ്യക്തിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചതിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതിടത്ത് നിയമത്തിന് ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. നിയമം അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഭേദഗതിയിൽ നമ്മൾ 64A NDPS ആക്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. ഈ ഒരു ലോവർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റിയാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം ആവശ്യപ്പെടുകയാണ്, എന്നെ ഇത്തരത്തിലൊരു ഡി അഡിക്ഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും സെൻറ്ററിൽ ഹാജരാക്കണം എന്നുള്ളത് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കേസിൽ ശിക്ഷയുണ്ടാവില്ല എന്നുള്ളത് നമ്മുടെ NDPS ആക്ടിൽ 64A രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ തന്നെയും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിന് ആ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ പിടിക്കപ്പെട്ട് എനിക്ക് 2000 രൂപ കൊടുത്ത് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അതേസമയം ഞാൻ ഇതിൽ നിന്നും റിക്കവർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു എനിക്കൊരു പഴുതുണ്ട് എന്നറിയുന്നതും ഏറ്റവും ആൾക്കാർ ചൂസ് ചെയ്യുക ഈ ഫൈൻ അടിച്ച് പോകാനുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഇത്തരത്തിൽ ഈ ഉപയോഗിക്കുന്ന ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ആണ് നിയമം സ്വീകരിക്കുന്നത്? ഈ 64A പറയുന്നതിൻ്റെ തന്നെ പ്രാക്ടിക്കൽ വശം എത്രത്തോളം അത് ഇമ്പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ വ്യക്തത കുറവുണ്ട്. കാരണം ഇത് അദ്ദേഹം പൂർണ്ണമായിട്ടും അതിൻ്റെ തുടങ്ങി ഈ ഒരു ചികിത്സ തീരുന്നത് വരെ സഹകരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് കേസ് ഒഴിവായി പോയുള്ളൂ. അപ്പോൾ കേവലം ആ ഒരു സെക്ഷനിൽ മാത്രം ഒതുക്കേണ്ടതല്ല ആ ഒരു സംഗതി എന്നുള്ളത് നിയമത്തിലൂടെ തന്നെ. കാരണം ഒരുപാട് സംവിധാനങ്ങൾ, മുക്തി പോലത്തെ മറ്റൊരുപാട് സംഗതികൾ ഡി അഡിക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മിസ്സിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നു, വീണ്ടും അവർ ആ പ്രവൃത്തി തുടരുന്നു. ഇത് പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് നിയമം ഈ ഒരു വശത്ത് കൂടി നിയമം ഇടപെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ, അവരെ വീണ്ടും ഒരു മനുഷ്യനായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു ഇടപെടലും കൂടി നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴാണ് അതൊരു പരിപൂർണതയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറയാം. നിയമസ്ഥാപനങ്ങളും അതുപോലെ അധികാര സ്ഥാപനങ്ങൾ എന്നതിന് പുറമെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നമുക്കൊരു ലഹരി അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു സമ്പൂർണ്ണമായ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുക എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്നും ഒരു മുക്തി നേടണമെങ്കിൽ അല്ലെങ്കിൽ മോചനം നേടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്ന് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ള പ്രതിവിധി എന്തെന്നതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഓരോ ദിവസത്തെയും ശരീരം ഒരു റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ദിവസവും നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ ഒക്കെ നമുക്ക് എന്തൊക്കെയോ ഒരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ നാച്ചുറൽ പ്രോസസ്സുകൾ നടന്നു പോകണമെങ്കിൽ മനുഷ്യന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു സന്തോഷം കിട്ടണം. ആ സന്തോഷം അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചൊരു റിവാർഡ് തരുന്നു, ഒരു സന്തോഷം തരുന്നു. നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് നമുക്കൊരു തിരിച്ചൊരു സന്തോഷം തരുന്നു, റിവാർഡ് തരുന്നു. ഇതാണ് ശരീരത്തിൻ്റെ റിവാർഡ് സിസ്റ്റം. ഈ റിവാർഡ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഡോപ്പാമിനുകളാണ്. ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ നെർവുകൾക്കിടയിലും അല്ലെങ്കിൽ ഓരോ ന്യൂറോണുകൾക്കിടയിലും ഉള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. അതായത് ഓരോ ന്യൂറോണുകൾക്കിടയിലുമുള്ള മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽസുകളാണ് ഈ ഡോപ്പാമിൻ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡോപ്പാമിൻ എന്ന് പറയുന്നത്. ആ ഡോപ്പാമിനാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത്, ഓരോ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ കിട്ടുന്ന സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു 50 or 100 ഒക്കെ ആക്കി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ ലഹരിയിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ മടങ്ങ് എന്ന് പറയുന്നത്, ഒരു പുക വലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം 500 ആണെങ്കിൽ, കള്ള് കുടിക്കുമ്പോഴും കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നത് 50,000 ആണെങ്കിൽ, MDMA പോലെയുള്ള ലഹരിയിലേക്ക് പോകുന്ന സമയത്ത് അത് ലക്ഷങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യണം. ഈ ഒരു നമുക്ക് നോർമലി നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ക്രമീകരിച്ചിട്ടുള്ളത്, നമ്മുടെ നാച്ചുറൽ പ്രോസസ്സുകൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ക്രമീകരിച്ചത് 50 ഡോപ്പാമിൻ വേണം അല്ലെങ്കിൽ 100 ഡോപ്പാമിൻ വേണം എന്നുള്ളത്. അതിലേക്കാണ് 1,00,000 ഡോപ്പാമിൻ വേണം എന്ന തരത്തിലേക്ക് മനുഷ്യൻ്റെ ശരീരം എത്തുന്നത്. ഒരു ദിവസം ഒരാൾ ഒരു രാസലഹരി ഉപയോഗിച്ചു,
ഒരു രാസലഹരി ഉപയോഗിക്കുന്നതോടുകൂടി അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രണ്ടൽ കോർട്ടെക്സ് പറഞ്ഞു, അതല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള ഈ ഡോപ്പാമിൻ അങ്ങ് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഡോപ്പാമിൻ സർജ് എന്ന് പറയും. ഡോപ്പാമിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ ആ ആളുകൾ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുകയും ചെയ്യും. അതായത് മനസ്സിലാക്കും, നമുക്കൊരു ഉന്മാദത്തിലേക്ക് എത്തും, യൂഫോറിയയിലേക്ക് എത്തും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 50 ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അത് 50 ആണെങ്കിൽ MDMA ഉപയോഗിക്കുന്ന സമയത്ത് 1 ലക്ഷം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു സന്തോഷത്തിലേക്ക് എത്തും. പക്ഷേ ആ സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമാണ് എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, അത്രയും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കല്ലേ എന്നൊരു മോട്ടീവല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പകരം ഇത്രയും സന്തോഷത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് നീണ്ടു നിൽക്കുന്നത് 6 മുതൽ 8 മണിക്കൂർ വരെയാണ്. ഇവിടെയല്ല പ്രശ്നങ്ങൾ വരുന്നത്. പ്രശ്നം ഈ 6 മുതൽ 8 മണിക്കൂർ വരെ ഒരാൾ ഇപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഉപയോഗിക്കുന്ന ആൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന 6 മുതൽ 8 മണിക്കൂർ വരെ അവർക്ക് ഈ അവസ്ഥയിലേക്ക് എത്തി സാധിച്ചു. അവരുടെ എനർജി വലിയ എനർജി ആയിരിക്കും, നല്ല എനർജി ഉണ്ടാകും, അവർക്ക് ഉറക്കം ഉണ്ടാവില്ല, അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നലുണ്ടാകും, ധൈര്യം ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടാകും, നല്ല സന്തോഷത്തിൻ്റെ അങ്ങേയറ്റത്തായിരിക്കും ഉണ്ടാവുക. ഈ സമയത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പക്ഷേ സംഭവിക്കുന്നത് അതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് അല്ലെങ്കിൽ സിംറ്റംസ് ആണ്. അതായത് ഈ 8 മണിക്കൂർ, അതായത് ഇതിൻ്റെ കെട്ടിറങ്ങാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇതങ്ങ് കഴിയുന്ന സമയം, ഈ കഴിയുന്ന സമയത്ത് ഇത് ആലോചിക്കണം, ഈ 1 ലക്ഷം ഡോപ്പാമിൻ ലെവലുള്ള ഒരാൾ പെട്ടെന്ന് 50ലേക്ക് താഴുകയാണ്, പെട്ടെന്ന് 100ലേക്ക് താഴുകയാണ്. പിന്നെ അവർക്ക് കിട്ടുന്നത്, അവർ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് കിട്ടുന്ന 50 ആണ്, അവരൊരു ഫുട്ബോൾ കളിക്കാൻ പോയാൽ കിട്ടുന്നവർക്ക് 100 ആണ്. ഇതിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയൂല. ഇത്രയും വലിയൊരു സന്തോഷം അനുഭവിച്ച് അല്ല, ഇത്രയും സന്തോഷം കിട്ടിയ ഒരാള് പിന്നെ അയാൾക്ക് ചുറ്റുമുള്ള ഏത് നാച്ചുറൽ പ്രോസസ്സുകൾ എടുത്ത് നോക്കിയാലും ഇത്ര സന്തോഷം പകരുന്ന ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇവരെന്താ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് അതിലേക്ക് തന്നെ എത്തണം, അതിലേക്ക് എത്തണം, ആ സന്തോഷത്തിലേക്ക് എത്തണം. അപ്പം ഒരാൾ പിറ്റേന്ന് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കെട്ടിറങ്ങി കഴിഞ്ഞു. കെട്ടിറങ്ങി കഴിയുന്ന സമയത്ത് പിന്നെ അവരുടെ ആഗ്രഹം എന്താ, വീണ്ടും അതിലേക്ക് എത്തണം. പിന്നെ അവരുടെ ചുറ്റുമുള്ള ഭക്ഷണം അവർക്ക് വേണ്ട, കാരണം ഭക്ഷണം കഴിക്കണം എന്ന ആഗ്രഹം എന്തുകൊണ്ടാണ്, എനിക്ക് വിശപ്പുണ്ട്, ആ വിശപ്പ് ശമിക്കുന്ന സമയം എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ളതാണ്. ആ സന്തോഷത്തിന് അപ്പുറത്തൊരു സന്തോഷം അവരവിടെ കണ്ടെത്തുന്നുണ്ട്. എനിക്ക് ഉറങ്ങണം, എന്തിനുറങ്ങുന്നു, എനിക്ക് ഉറങ്ങുന്നുള്ളൊരു സന്തോഷമല്ല, അതിനപ്പുറത്തൊരു സന്തോഷമുണ്ട്. എൻ്റെ ഉപ്പയോടോ ഉമ്മയോടോ നല്ല രീതിയിൽ പെരുമാറണം, ആവശ്യമില്ല, കാരണം അതിനപ്പുറത്തുള്ളൊരു സന്തോഷം അവരെങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സന്തോഷം ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ, അത് എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കുക എന്നത് മാത്രം. അതിലേക്ക് വേണ്ടിയിട്ട് അവരെന്ത് വഴികളും സ്വീകരിക്കും. അത് കിട്ടാതിരിക്കുന്ന സമയത്താണ് പലതരത്തിലുള്ള സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. അതിൽ നിന്ന് മാറുന്ന സമയത്ത് അഗ്രഷൻ കൂടും, നല്ല ദേഷ്യം കാണിക്കും, അത് കിട്ടിയില്ലെങ്കിൽ വയലൻസിലേക്ക് കിടക്കും, എന്തും ചെയ്യാമെന്നുള്ള ഒരു തലത്തിലേക്ക് പോകും. ഇങ്ങനെ എന്ത് ചെയ്താലും എനിക്ക് അത് എത്തിപ്പിടിക്കണം എന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇതൊരു അഡിക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസിലേക്ക് ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ഇക്കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സ്റ്റേജിലാണ് ഈ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നുള്ളത്. അപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ പരിഹാരം അതിലേക്ക് എത്തിപ്പെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു വട്ടം രുചിച്ചാൽ ആ 1 ലക്ഷം മടങ്ങുള്ള അല്ലെങ്കിൽ 10,000 മടങ്ങുള്ള ആ ഒരു സന്തോഷം ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവിതകാലം മുഴുവനും ആ ഒരു സന്തോഷം തേടിക്കൊണ്ടേയിരിക്കും. എത്ര തന്നെ അതിൽ നിന്ന് തിരിച്ചു പോന്നാലും വീണ്ടും അതിലേക്കുള്ള ആ ഒരു മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതിലേക്ക് എത്താതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പോകുന്നുണ്ടാവുക. കൂടുതൽ ഈ ഒരു കാലത്ത് കുട്ടികളാണ് ഉണ്ടാവുക. നമുക്കറിയാം ഒരു 12 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ രക്തത്തിളപ്പുള്ള ഒരു പ്രായം എന്നൊക്കെ പറയും. ആ പ്രായം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റേഷൻ്റെ കാലം, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ കാലം, അല്ലെങ്കിൽ ഒരു ഇമ്പൾസിറ്റിയുടെ കാലം എന്ന് പറയും. അതായത് എല്ലാം പരീക്ഷിച്ച് നോക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനോടും എന്താണെന്ന് തോരയുള്ള ഒരു കാലം. ആ കാലത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും ആ കാലത്ത് അവർക്ക് ഇതിലേക്ക് പോകുന്ന ഒരു പക്ഷേ അവരുടെ നമ്മൾ മിക്ക കേസ് എടുത്ത് നോക്കുകയാണെന്ന് അറിയാം, അവരുടെ ഫ്രണ്ട് സർക്കിളുകളാണ്. ആ ഫ്രണ്ട് സർക്കിളുകൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. ഒന്നത് ആ കാര്യങ്ങളെ ഏതെങ്കിലും ലഹരി മരുന്നുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നോ പറയാനുള്ള ആർജവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇപ്പം മിക്ക സ്ഥാപനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സാം സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ആങ്സൈറ്റികൾ വരുന്ന സമയത്ത് ഈ സമയത്തേക്ക് മിക്കവാറും ഇവർ പോകുന്നുണ്ടാവുക. അപ്പം ഈ ഒരാൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത്, ഒരാൾക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് അതിൻ്റെ പരിഹാരം ലഹരിയല്ല എന്ന ബോധവൽക്കരണം. ആ ബോധവൽക്കരണത്തിലേക്ക് പോയിട്ട് ഒരാൾക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് നിങ്ങൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ അതിനപ്പുറത്ത് നിങ്ങളുടെ ഭാവി മുഴുവൻ ഇല്ലാതാവുന്നുണ്ട്. നിങ്ങൾ ഒരു വട്ടം ഉപയോഗിക്കുന്നതോടുകൂടി പിന്നെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ
തലച്ചോറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനേ ഇല്ലാതാവുകയാണ്. അതോടുകൂടി പിന്നെ അവർക്ക് ശരിയേതെന്നറിയില്ല, തെറ്റേതെന്നറിയില്ല, ആ ഒരു തരത്തിലേക്ക് പോവുകയാണ്. അതോടുകൂടി അവരുടെ ഭാവി മുഴുവൻ ഇല്ലാതാവുകയാണ്. ഈ ഒരു അവബോധം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ ഡി അഡിക്ഷൻ്റെ കേസുകളിൽ പറയുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡി അഡിക്ഷൻ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാവരെയും ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത് ഏറ്റവും പ്രധാനം. കാരണം പല രീതിയിൽ ഇപ്പോൾ ഒരാളെ പിടിക്കുന്ന സമയത്ത് അവരോട് ഇപ്പം മിക്ക വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കഞ്ചാവോ അല്ലെങ്കിൽ നമുക്ക് പിടിച്ച വീഡിയോകൾ കാണുന്ന സമയത്ത് ഉണ്ടാവും ഇവരെന്താ ഒരു കൂസലും ഇല്ലാതിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും. അപ്പം ചിലപ്പോൾ ക്യാപ്ഷനുകൾ അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു കൂസലും ഇല്ലാതെ അതൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ അത് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഇവരെന്താ ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലായിരിക്കും. പക്ഷെ അവർ ഏത് സ്റ്റേജിലാണെന്ന് മെഡിക്കലി മനസ്സിലാക്കിയിട്ട് അവരെ സമീപിക്കുമ്പോൾ മാത്രമേ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമുക്ക് അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നോട് പറഞ്ഞു വെച്ചു അതിലേക്ക് എത്താതിരിക്കുക എന്നത് മാത്രമാണ്. അതിലേക്കുള്ള മുഴുവൻ വഴികളെയും അടച്ചു അതിന്റെ സമൂഹം ശാസ്ത്രീയപരമായി മാത്രമല്ല സാമൂഹികപരമായി എല്ലാവരും കൂടി മാറ്റണം എന്ന് പറയുന്നത്. ഇത് നോക്കുമ്പോൾ സമയത്ത് ഇവർ ഏത് സ്റ്റേജിലാണെന്ന് അറിയൽ നിർബന്ധമാണ്. പലതരത്തിലുള്ള സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തേത് ഒരു മീൻസ് ഒരു ആലോചനയുടെ മുമ്പുള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇവർ ഈ ആലോചനകളിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഇവിടുന്ന് മാറണമെന്നോ ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് ഒരറിവില്ല അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവബോധമില്ല, ഒന്നുമില്ല. അപ്പം അവരോട് പോയിട്ട് നിങ്ങൾ ലഹരിയിൽ നിന്ന് മടങ്ങണം എന്ന് പറയുമ്പോൾ എന്തിനെ എന്ന ചോദ്യം തിരിച്ചു ചോദിക്കും. എനിക്കിപ്പോൾ ഇത്രയും സന്തോഷങ്ങൾ ലഭിക്കുന്നുണ്ട്, ഞാനിപ്പോൾ സന്തോഷത്തിലാണ്, പിന്നെ നിനക്ക് എന്താ പ്രശ്നങ്ങൾ അടുത്തേക്ക് പോകുന്നുണ്ടാവുക. അവർക്ക് ആലോചന ഉണ്ടാവില്ല. അപ്പോൾ അവരോട് അതിനനുസരിച്ച് പെരുമാറാൻ കഴിയണം. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ആലോചന ഘട്ടമാണ്. അതായത് ഞാനിതിൽ നിന്ന് മാറണ്ടേ എന്നൊരു ഒരു സംശയം തലയിൽ വരുന്ന സമയമാണ്. അത് അവർക്ക് പലതരത്തിലുള്ള സിംറ്റംസുകൾ അവരുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങുമ്പോഴാണ്. അപ്പം ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു 3 കാറ്റഗറികൾ പറഞ്ഞു, ഡിപ്രസൻസ്, സ്റ്റിമുലൻസ്, ഹലോസിനൻസ് എന്ന് പറഞ്ഞു. ഈ സ്റ്റിമുലൻസിന്റെ കേസിലൊക്കെ അത് ഉപയോഗിക്കുന്നതോട് കൂടി നമ്മുടെ ഹെർട്ട് റേറ്റ് അങ്ങ് കൂടും. പിന്നെ അതുപോലെ തന്നെ പ്രഷർ കൂടും. ഈ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കാർഡിയാക് അറസ്റ്റിലേക്ക് എത്തും, സ്ട്രോക്കിലേക്ക് എത്തും. ഇപ്പം ഇവിടെ അടുത്ത് MDMA ഉപയോഗിച്ച് MDMAയുടെ വലിയ 2 പേക്കുകൾ വീങ്ങിയിട്ട് മരിച്ചു. അതൊക്കെ കാർഡിയാക് അറസ്റ്റ് വന്നായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ കണ്ടു. ഇപ്പോൾ ഹാലോസിനോജൻസ് എടുക്കുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ സംശയ രോഗങ്ങൾ വന്നു കൊടുക്കും. അവർ ചുറ്റും അവർക്ക് പേടിയായിരിക്കും. ആളുകൾ കാണുമ്പോഴൊക്കെ ഇത് പോലീസാണോ, ഇത് എന്നെ പിടിക്കാവുന്നതാണോ, ഇങ്ങനത്തെ പല സംശയങ്ങളും. അവരുടെ ഭാര്യയോട് പോലും സംശയം, ഉമ്മയോട് ഉപ്പയൊക്കെ കാണുമ്പോൾ ഫുൾ സംശയം. ഇങ്ങനെ തരത്തിലേക്കൊക്കെ പോകും. ഭയത്തിലായിരിക്കും അവരുടെ ജീവിതം മുഴുവൻ ഉണ്ടാവുക. അപ്പം ഈ ഘട്ടങ്ങളിൽ ആയിരിക്കും. അപ്പോൾ ഈ സമയം കഴിയുമ്പോൾ അവരുടെ ആലോചന ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. ഈ ഘട്ടങ്ങളിലാണ് നമുക്ക് അവരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഓക്കെ, എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ കുറേയൊക്കെ കണ്ടു തുടങ്ങി. അപ്പം ഇതിൽ നിന്നും എനിക്ക് മാറ്റം വരണമെങ്കിൽ ഇതിൽ നിന്ന് ഡി അഡിക്ഷനിലേക്ക് നമ്മൾ പോയേ തീരൂ എന്ന തരത്തിലേക്ക് അവരെത്താൻ കഴിയും. അപ്പം പിന്നെ ഒരു മൂന്നാമത്തെ പ്ലാൻ ഈ ഘട്ടത്തിൽ നിന്ന് ആക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ ദൗത്യം. ഏതൊരു മയക്കുമരുന്നിൽ അടിപ്പെട്ട ഒരാളെ അടിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ എടുത്തിട്ട് ആക്ഷനിലേക്ക് ഒന്നുകിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ കൃത്യമായ സൈക്കാട്രിസ്റ്റുകളുടെ അടുത്തേക്ക് എത്തിക്കുക. അവിടെ എത്തിയിട്ട് കൃത്യമായിട്ട് അവർക്കുള്ള മെഡിസിൻസ് കൊടുക്കുക. മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ട് പോകണം. കാരണം നമുക്കറിയാം തലച്ചോറിനാണ് ബാധിച്ചിരിക്കുന്നത്. ഇത് ഒരു വട്ടം കഴിക്കുന്നതോടുകൂടി തലച്ചോറിനാണ് ബാധിച്ചിരിക്കുന്നത്. ഈ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഇത് മന്ദീഭവിച്ചിട്ടുണ്ടാകും, മരവിപ്പിച്ചിട്ടുണ്ടാകും. അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. മാത്രമല്ല ഇത് ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ വിത്ഡ്രോവൽ സിംറ്റംസ് വരും. അപ്പം ഇതിനോട് സാമ്യമായിട്ടുള്ള മെഡിക്കലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളാണ് ആദ്യഘട്ടത്തിൽ കൊടുക്കുക. അതിൽ നിന്ന് മെല്ലെ അതിൻ്റെ ഡോസ് കുറച്ച് കണ്ട് അവരൊരു സ്റ്റേജിലേക്ക് എത്തുക. ഇതിലൊരു ആക്ഷൻ ഉണ്ടാവും. ആ ആക്ഷൻ ഒരു സൈക്കാട്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ട് എടുക്കും. മാത്രമല്ല ഇവർക്ക് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും. കാരണം ഈ ലഹരി മരുന്നിലായിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ധൈര്യം ഉണ്ടാവും. അവരുടെ ജനങ്ങളോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് ധൈര്യമാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് അവർക്ക് അറിയില്ല. മീൻസ് ഇവരെന്നോട് ഇങ്ങനെ പ്രതികരിച്ചാലോ എന്ന് ആലോചിക്കാനുള്ള അവർക്ക് ശേഷിയില്ല. അതുകൊണ്ട് അവർ ആരോട് പോയിട്ട് എന്തും പറയും. ആ നിലയിലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് അവർ പെട്ടെന്ന് സമൂഹത്തിലേക്ക് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് സമൂഹത്തെ ഒരു സോഷ്യൽ ഫിയർ വരും. സമൂഹത്തോട് എന്ത് സംശയം. അപ്പം അതിനൊക്കെ ഒരു സൈക്കോളജിയുടെ നേതൃത്വത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ കടന്നു പോകണം. മാത്രമല്ല വീണ്ടും ഒരു ഡി അഡിക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ വീണ്ടും ഇറങ്ങുന്നത് ബാറുകളിലുള്ള സമൂഹത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഈ ലഹരി മരുന്നുകൾ ചുറ്റും കിട്ടുന്ന അവരുടെ പഴയ ഫ്രണ്ട് സർക്കിൾ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു വീണ്ടും അതിലേക്ക് പോകുന്ന റിലാക്സ് എന്നൊരു സ്റ്റേജ് ഉണ്ട്. അതായത് 4ാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ ഒരാൾ
പിന്നെ മുക്തി നേടി, മോചനം നേടി, പക്ഷെ വീണ്ടും അതിലേക്ക് കിടക്കുന്ന ഒരു സ്റ്റേജ്, ഒന്ന് വീണ്ടും വൈദ്യുതി വീഴുന്ന ആളുകളൊക്കെ പേടിക്കുന്ന ഒരു സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, സമൂഹം മുഴുവൻ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് അവരുടെ കുടുംബങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ ഒരു അതെ എനിക്ക് തോന്നുന്നു പാരന്റിങ് കൺട്രോൾ വരെ പാരന്റിങ് കൺട്രോൾ അത് കൂടുതൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിന് ശേഷമാണ് ലോകം മൊത്തം അടച്ചുപൂട്ടി. അതിനുശേഷം എല്ലാവരും വീട്, ഫോണ്, ഇൻ്റർനെറ്റ്, നമുക്ക് ഏതാശയങ്ങളും കാണാം എന്നതിലേക്ക് ഒതുങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കറിയുന്നത് പോലെ തന്നെ ലിബറൽ കാഴ്ചപ്പാടുകൾ വല്ലാതെ നമ്മുടെ കൗമാരങ്ങൾക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട്, വ്യാപകമായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളിൽ ലിബറൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചവർക്ക് ഇതിൽ നിന്ന് ഒരു നിലക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അവരാദ്യമായി തകർക്കാൻ നോക്കിയത് കുടുംബം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്, സാമൂഹിക സ്ഥാപനത്തെ തകർക്കാനാണ് അവരാദ്യമായി ശ്രമിച്ചത്. കുടുംബം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? പ്രത്യേകിച്ച് ഒരു ചുറ്റുപാടുകളുണ്ടാവും, നിയന്ത്രണങ്ങളുണ്ടാവും, അവർക്ക് നിയന്ത്രണങ്ങൾ കൂടെ തന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, നിർദ്ദേശങ്ങളുണ്ടാവും. ഇതൊക്കെ പൊട്ടിച്ച് കളയുക. ഇതൊരു ഫ്രീ സൊസൈറ്റി, എനിക്ക് എൻ്റെ ചോയ്സാണ്, എൻ്റെ ശരീരമാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന നിലക്ക് സമൂഹത്തിനെയും അതുപോലെ വ്യക്തികളെയും മാറ്റി മറിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാം, ആരും വിലക്കാനില്ല, ഏത് രീതിയിലുള്ള അത് മൈ ബോഡി മൈ ചോയ്സ് എന്ന രീതിയിലേക്ക് അതിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതൊരു അത് കൃത്യമായി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കൺട്രോളിങ്ങിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പാരന്റിങ് കൃത്യമായിട്ട് നടക്കേണ്ട. അതെ പാരന്റിങ് എന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ പാരന്റിങ് എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ ഒതുങ്ങും, അല്ലെങ്കിൽ മാതാപിതാക്കൾ കാണുന്ന സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങും എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ സമൂഹം ഇടപെടുന്നത് തടയണം എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. രണ്ടാൾക്കാർ ഒന്നിച്ച് സിഗരറ്റ് വലിക്കുന്നത് കണ്ടാൽ ചോദ്യം ചെയ്താൽ അത് സദാചാര പോലീസിംഗ് ആകുന്നു. ആ തടഞ്ഞവരാണ് പിന്നീട് കുറ്റക്കാരാകുന്നത്. അവരെ സാംസ്കാരിക നായകന്മാരെന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള ആൾക്കാർ പിന്നെ അവരെ ക്രൂശിക്കാൻ നടക്കുന്നു. ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, അവർക്കത് കിട്ടാത്ത കഴപ്പാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു ഇമിറ്റേഷൻ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയും, കൗമാരക്കാർ, ഒരേ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് എപ്പോഴും മറ്റ് ഗ്രൂപ്പുകളെ ഇമിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കും. അത് പിയർ ഗ്രൂപ്പ് എന്നല്ല, ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രവണതയാണ്. നമ്മൾ മുൻകാല കാലഘട്ടത്തിലേക്ക് കടന്നുപോയി നോക്കിയാൽ ബ്രാഹ്മണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ഇടയിലൊക്കെ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ജാതി ഇന്ത്യയിൽ. അഥവാ താഴ്ന്ന ജാതിക്കാർ മുതിർന്ന ജാതിക്കാരുടെ വേഷങ്ങളും അതുപോലെ അവരുടെ ജീവിത ശൈലികളും ഇമിറ്റേറ്റ് ചെയ്യാനും, അങ്ങനെ അവരൊരു മുതിർന്ന രീതിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സിങ് നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായി നടന്നിട്ടുണ്ട്. കേരളത്തിൽ അത്രത്തോളം നടന്നിട്ടില്ല, എന്നാലും ഇന്ത്യയിൽ വ്യാപകമായി നടന്നിട്ടുണ്ട്. എം എൻ ശ്രീനിവാസിനെ പോലെയുള്ള സാമൂഹിക ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞു, പിന്നീട് സാമ്രാജ്യത്വം വരുന്നു. സാമ്രാജ്യത്വം അത്തരത്തെ രീതിയിലുള്ള അവരുടെ മേൽക്കോയ്മയെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയല്ല, ഒരു സോഫിസ്റ്റിക് സാമ്രാജ്യത്തിൽ നിന്ന് നമുക്ക് പറയാം. അഥവാ നമ്മളതിൽ അലിഞ്ഞു ചേരുന്നു, നമ്മൾ അതിനു വേണ്ടി വെമ്പൽ കൊള്ളുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് സാംസ്കാരിക നായകന്മാർ സമൂഹത്തിൽ വിലയില്ലാതെയാകുന്നു. പിന്നീട് വരുന്നൊരു സമൂഹമാണ് സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു സമൂഹം. ഈ സെലിബ്രിറ്റികളുടെ ജീവിതത്തിലാവട്ടെ, അവർ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളാവട്ടെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലും പകർത്താം. അതാണ് യഥാർത്ഥത്തിൽ അനുകരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന കാര്യമാണ്. അത് നമുക്കറിയാലോ, കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്, അവരെങ്ങനെയാണ് ഒരു സാമൂഹിക ജീവിയാകുന്നത്, ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്. കാണുന്നവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ആദ്യമൊക്കെ മാതാപിതാക്കളാണ് അവരുടെ ഹീറോകൾ, പിന്നീട് അധ്യാപകന്മാരാകുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു. പിന്നീട് അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിനിമകളൊക്കെ കാണുന്നത് ഫുൾ ലഹരിയാണ്. ലഹരി ഉപയോഗിക്കുന്ന നായകൻ അത് നോർമലൈസ് ചെയ്ത് കാണിക്കുന്നു. ആ നോർമലൈസേഷനെ സമൂഹം ഏറ്റെടുക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ കാര്യങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ കേസ് പറഞ്ഞ സമയത്ത് ഇപ്പം ചില രാജ്യങ്ങൾക്ക് പല ലഹരികളും നിയമവിധേയമാക്കുന്നുണ്ട്. ആ നിയമവിധേയമാക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അറിയാം 22 വയസ്സിന് ശേഷമാണ് നിയമവിധേയമാക്കുന്നത്. അപ്പം അവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് പവർ, അല്ലെങ്കിൽ ഒരു സെൻസ്, ഒരാളുടെ തെറ്റും ശരിയും നിയന്ത്രിക്കുന്ന ഏരിയകളാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ സയന്റിഫിക്കലി നോക്കുന്ന സമയത്ത് ഒരു 22 വയസ്സാകുമ്പോഴേക്ക് മാത്രമേ അത് വളർന്നു വരും. അതായത് ഒരു പൂർണ്ണ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ബ്രെയിനിലേക്ക് എത്തണമെങ്കിൽ ആ സമയം എത്തണം. അപ്പം ഈ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ കാലം എന്ന് പറയുന്നത് ഒട്ടും മെച്യൂർഡ് അല്ലാത്ത
തീരെ കൃത്യമായിട്ട് ഒരു കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തൊരു ടൈമായിരിക്കും. ആ ടൈമിൽ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൂടി പ്രശ്നമുണ്ട്. അപ്പം അതുകൂടി അപ്പൊ അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം മെച്ചൂർഡ് അല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ആ നിയന്ത്രിക്കാൻ ഒരാളില്ല എന്നത് കൂടിയാണ് ഈ ലിബറലിസത്തിന്റെ പ്രശ്നം എന്ന് തോന്നുന്നു. അവിടെ സിറാജ് പറഞ്ഞെടുത്ത് സംവിധാനങ്ങളുടെ ഒരു പോരായ്മ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ നേരിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ കൺസംഷൻ ക്വാണ്ടിറ്റി വരുന്ന ആളുകളെയാണ് കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേസമയം ഇവരിലേക്ക് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി എത്തിക്കുന്ന വലിയൊരു കണ്ണികൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എവിടെയെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. നമ്മളിപ്പം ഈ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ് തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ട്രാഫിക്കിങ്ങിൻ്റെ റേറ്റും കൺസംഷൻ അഥവാ ഈ മിനിമം ക്വാണ്ടിറ്റി പിടിക്കുന്ന ആളുകളുടെ റേറ്റും ട്രാഫിക്കിംഗ് മീൻസ് കച്ചവടം മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടതിൻ്റെ അറസ്റ്റിൻ്റെ റേറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മിനിമം ക്വാണ്ടിറ്റി പിടിക്കുന്നതിൻ്റെ പകുതി മാത്രമേ ഈ ട്രാഫിക്കിങ് മറ്റു കാര്യങ്ങളിൽ ഈ ചിലവഴിക്കാൻ സെയിലിന് വേണ്ടിയിട്ട് കച്ചവടത്തിന് വേണ്ടി എത്തിക്കുന്ന ആളുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഡാറ്റകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു കാരണമാണ്, ഇതിൻ്റെ വ്യാപനത്തിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയണ്ടായി ഇതിൻ്റെ ഉപയോഗത്തിൽ അറസ്റ്റാവുന്ന ഈ സാധുക്കൾ അല്ലെങ്കിൽ ഈ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ സാധാരണ യുവാക്കളാണ് ഇതിൽ പെട്ടുപോകുന്നത്. കാരണം അവർക്ക് ഇതിൻ്റെ ഉപയോഗത്തിലോ അല്ലെങ്കിൽ ചെറിയ ഡീലർമാരായിട്ടോ കാരിയർമാരായിട്ടോ അവർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ ലഭിക്കുന്ന 5,000-ഓ 10,000-ഓ ലക്ഷം കണ്ടിട്ടാണ് അവരിതിനു വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിനെ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ഇതിൻ്റെ കണ്ണികൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന കണ്ണികൾക്ക് അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവർ പുതിയ ഇരകൾ അവർ കണ്ടെത്തുകയും അവരെ നിരന്തരമായിട്ട് സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ആത്യന്തികമായിട്ട് നിയമ സംവിധാനം ഇതിൽ ചെയ്യേണ്ട ഒരു സംഗതി എന്നുള്ളത് ഈ കൺസപ്ഷനെ അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്ന ആളുകളെ ഈ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആർക്കാണ് ഇവരിലേക്ക് ഇത്തരത്തിൽ ഈ ഒരു ബൾക്കായിട്ട് ക്വാണ്ടിറ്റി എത്തിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ കണ്ണികളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് നിയമപരമായി, കാരണം നമ്മളെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ അല്പം ബുദ്ധിമുട്ടാണ്. നിയമം ആ വിഷയത്തിൽ അല്പം ഭയങ്കര കർശനമായിട്ട് തന്നെ അവിടെ ഇടപെടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ തുറങ്കലിലെടുക്കാനുള്ള ശ്രമങ്ങൾ നിയമ സംവിധാനത്തിൻ്റെ അടുത്ത് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളത് കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിൽ ഈ ബൾക്കായിട്ട് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അവർ വിൽക്കുകയും അത് ഉപയോഗിക്കുകയും അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ തന്നെ പരിലാളനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പോലും അവിടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ കൂടുതൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ NDPS ആക്ട് ഇത്രയും ഒരു പരിധിവരെ കർശനമാക്കി നമ്മൾ ഈ ഒരു രാസലഹരി എത്രത്തോളം നിയന്ത്രിക്കുന്ന സമയത്ത് ലഹരിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എണ്ണേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് നേരത്തെ സിറാജ് സൂചിപ്പിച്ചതുപോലെ മദ്യം എന്നുള്ളത്. നമ്മൾ ഈ NDPS ആക്ടിലൂടെ രാസലഹരിക്ക് ഇത്രയേറെ ശിക്ഷകളും അതിന് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രണങ്ങളും ഇത്ര കർശനമാക്കി കൊണ്ടുവരുന്ന സമയത്ത് എന്തുകൊണ്ട് സമാനമായി ലഹരിയാണ് ഇവിടെ നമ്മുടെ അടിസ്ഥാന പ്രശ്നം? NDPS ആക്ടിൻ്റെ ഒബ്ജക്റ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ അതിലേറ്റവും കാര്യമായിട്ട് വരുന്നത് ഇത് അവരുടെ ലഹരി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉണ്ടാക്കുന്ന സാമൂഹിക വിപത്തുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് പെടുത്താൻ പറ്റിയൊരു കാര്യമാണ് മദ്യം എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും നിയമപരമായിട്ടുള്ള അതിൻ്റെ പ്രൊവിഷനുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് മദ്യത്തിനെ നിയമപരമായിട്ട് തന്നെ നമ്മൾ സമൂഹത്തിന് അനുവദിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് നിലവിലൊരു സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം അതിൽ സർക്കാരിന് അതിന് കൃത്യമായിട്ട് അവർക്ക് റവന്യൂ ലഭിക്കുന്നുണ്ട്, ഏണിംഗ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമൂഹത്തിനെ മൊത്തമായിട്ട് നശിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ ഇട്ടുകൊടുക്കുന്നൊരു രൂപമാണ് നിലവിലെ സംവിധാനം നമ്മുടെ നിയമ സംവിധാനത്തിൽ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സർക്കാരുകളും മറ്റ് ഗവൺമെൻറ് നിയമ സംവിധാനങ്ങളും ഇടപെടേണ്ടതിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടം എന്നുള്ളത് കേവലം നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേവലം ആരെങ്കിലും തോന്നിപ്പിക്കേണ്ടതോ ഘട്ടങ്ങളിലേക്കല്ല നിൽക്കേണ്ടത്. സർക്കാരിന് അല്പം റവന്യൂ വരുമാനം കുറഞ്ഞാൽ പോലും നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹിക വിപത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മദ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരണം. സർക്കാരുടെ കീഴിൽ ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് അനുവദിക്കുകയും അതിൻ്റെ മേലിൽ ചർച്ചകൾ നടക്കുകയും ഇപ്പം നിലവിലുള്ള ബ്രൂവറി ചർച്ചകളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിൻ്റെ അഴിമതിയെക്കുറിച്ച് മറ്റൊക്കെ ചർച്ച നടത്തുകൊണ്ടിട്ട് ബാർക്കോയ അഴിമതികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് പോയതാണ്. അതിനേക്കാൾ കവിഞ്ഞ് ഇത്തരത്തിൽ മദ്യം ആളുകൾക്ക് ലഭ്യമാകുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാരുകൾ. അപ്പോഴാണ് നമുക്കതൊരു ആത്മാർത്ഥമായുള്ള ഇടപെടലുകൾ എന്നുള്ളതിലേക്ക് മാത്രം നമുക്ക് ആ തരത്തിൽ നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. സിസ്റ്റം മൊത്തം റീബിൽഡ് ചെയ്യേണ്ടത് സംവിധാനങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉയർന്ന കണ്ണികളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മദ്യത്തിന്റെ നിയന്ത്രണങ്ങളിലേക്കൊക്കെ സംവിധാനം ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട
വേണമെന്നുണ്ടെങ്കിൽ രാസലഹരി ഇപ്പൊ MDMA പോലുള്ളതൊക്കെ മനുഷ്യരുണ്ടാക്കുന്ന ലഹരികളാണ്. അപ്പം അതിനുണ്ടാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അതെ അതെ അപ്പൊ അതിനെയും തടയിടാൻ കഴിയണം. ആ സ്ഥലങ്ങൾ തടയിട്ടാ പിന്നെ ഇവിടേക്ക് എത്തില്ല. ആദ്യം തന്നെ അവിടെ തുടക്കത്തിൽ നിന്ന് ക്ലിയർ ചെയ്തു പോന്നാൽ പിന്നെ ഇവിടേക്ക് എത്തില്ല. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 1 ഗ്രാമോ 0.5 ഗ്രാമോ പിടിച്ചോണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് അവിടെ ഉണ്ടാകുന്ന ആ തലത്തിലേക്കും കൂടി നമ്മൾ എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ബീവറേജ് ലാഭം കണ്ട് സമൂഹത്തിൻ്റെ ഭാവിയെ തകർക്കുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അതുപോലെ പോലീസ് സംവിധാനങ്ങൾ, ഇതിന് കൂട്ടുനിൽക്കുന്ന പോലീസ് സംവിധാനങ്ങൾ, ഇവരെല്ലാവരും കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ മാനവ വിഭവശേഷിക്ക് വലിയൊരു നഷ്ടമാണ് വരുത്തി തീർക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിനെ തടയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്നതിലുപരി പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കാണ്, നിയമ സംവിധാനങ്ങൾക്കാണ്, പോലീസ് സംവിധാനങ്ങൾക്കാണ് എന്നൊരു ബോധ്യം കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട ആശയം.